നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായ ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം പുതിയ ലോഞ്ചസിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ഓട്ടോ എക്സ്പോയാണ് ഇത്തവണ കഴിഞ്ഞു പോയത്. അപ്പോൾ ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഐശ്വര്യമായിട്ട് നമുക്ക് പോർഷയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പോർഷയുടെ രണ്ട് പുതിയ മോഡലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടും EV ആണെന്നുള്ളതാണ് പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും മികച്ച പെട്രോൾ എഞ്ചിനുകളുള്ള മോഡലാണ് പോർഷയുടെ എല്ലാമെങ്കിൽ പോലും ഇപ്പോൾ EVയിലേക്ക് കടന്നിരിക്കുന്നത്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കാൻ്റെ EV ആണ്. മക്കാൻ എന്ന് പറയുന്നത് പോർഷ കെയിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് വിളിക്കാവുന്ന വാഹനമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 100 വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിലുള്ളതെന്നുള്ളതാണ്. തന്നെയല്ല ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 619 കിലോമീറ്ററാണ്. പക്ഷേ 21 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പെട്രോൾ മക്കാനിൽ നിന്നും വലിയ വ്യത്യാസമൊക്കെ നമുക്ക് രൂപത്തിലൊക്കെ കാണാവുന്നതാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക്കുള്ള ഡിസൈൻ. മുൻഭാഗത്തൊക്കെയാണെങ്കിലും വളരെ വലിയ എയർ ഡാം ഒക്കെയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് എന്തായാലും 100 കിലോമീറ്റർ വേഗത എടുക്കുന്നൊരു വാഹനമാകുമ്പോൾ ഇത്തരത്തിലുള്ള എയർ ഫ്ലോ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരിക്കണം. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഹെഡ്ലൈറ്റിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് താഴെയാണ്. മേൽഭാഗത്ത് ഡേറ്റ റണ്ണിംഗ് ലാമ്പിൻ്റെയൊക്കെ ആ ഒരു ഡിസൈനിങ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ വലിയ വ്യത്യാസം പറയാനില്ല. പക്ഷേ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് നമ്മളിപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. ടർബോ എന്നുള്ള ബാഡ്ജിങ് താഴെയും കാണാം. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ദിവസം, ഈ രണ്ടാം ദിവസം കൂടുതൽ ഫാമിലികളും മറ്റും ഇത് കാണാൻ വന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കുണ്ട്. കാരണം ഇന്ന് ഡീലേഴ്സിനും കൂടി പ്രവേശനമുള്ള ദിവസമാണ്. ഇന്നലെ മീഡിയ മാത്രമായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ഡീലേഴ്സും അവരുടെ ഫാമിലിയും എല്ലാം കാര്യമായ രീതിയിൽ ഇന്നുണ്ട്. തിരക്ക് കൂടുതലാണെന്ന് അർത്ഥം. പിൻഭാഗത്തേക്ക് വരുമ്പോഴും മക്കാൻ്റെ പതിവ് രീതികളിൽ നിന്ന് കുറേയൊക്കെ വ്യത്യാസം നമുക്കിവിടെ കാണാം. താഴെ അടക്കം ഭംഗിയുള്ള എലമെൻ്റൊക്കെ കൊടുത്ത് രസകരമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു LED സ്ട്രിപ്പാണ് നെടുനീളത്തിൽ കാണുന്നത്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ തനത് രീതിയിൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കുറച്ചുകൂടി ഒരു മോഡേൺ ആയി എന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ചുകൂടി ഷാർപ്പ് എഡ്ജസ് ഒക്കെ മാറിയിട്ട് ഉരുണ്ട രീതിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് മക്കാൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പോർഷയുടെ ഏറ്റവും വലിയ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് കൂടുതൽ സ്വിച്ചസും മറ്റും ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു കോക്പിറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആയിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സാധാരണ വാഹനങ്ങളുടെ പോലെ തന്നെ ചെറിയ ടച്ച് സ്ക്രീനും അതുപോലെ ടച്ച് സ്വിച്ചുകളും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതെല്ലാം നെടുനീളത്തിൽ വലിയ സ്ക്രീൻ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ക്രീനും വളരെ രസകരമാണ്. ഫ്ലോട്ടിംഗ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഇതാണ് ഡ്രൈവ് മോഡ് എന്നുള്ളതാണ്. ഡ്രൈവ് സെലക്ടർ ഇതാണ്. ഡ്രൈവ് സെലക്ടർ മോഡല്ല, ഡ്രൈവ് സെലക്ടർ ഇതാണ്. അതുപോലെ തന്നെ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിരിക്കുന്നു. വളരെ എന്താണ് സ്പോർട്ടി ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്നാണ് വിളിക്കേണ്ടത്. ഈ ഭാഗത്തൊക്കെ കൂടുതൽ സ്പേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ്, വയർലെസ് ചാർജിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊള്ളാം. ഇവിടെയും ഫ്ലോട്ടിംഗ് ടൈപ്പായിട്ടുള്ള കൺസോൾ കൊടുത്തിരിക്കുന്നു. നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയുണ്ട്. സീറ്റുകളൊക്കെ ആണെങ്കിലും വെന്റിലേറ്റഡ് ആണ്. തന്നെയല്ല നല്ല ഉഗ്രൻ ലെതർ എന്ന് പറഞ്ഞാൽ അടിപൊളി ലെതർ എന്ന് തന്നെ പറയേണ്ടി വരും. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ റൈസ് ടൈപ്പ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പോർട്ടിനെസ്സിനെ കാണിക്കുന്നുണ്ട്. നെടുനീളത്തിൽ വളരെ വിശാലമായ സൺറൂഫും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോർഷ പ്രേമികളെ അങ്ങേയറ്റം ഹരം പിടിപ്പിക്കുന്ന ഒരു വാഹനമായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് മോഡുകളുണ്ട്. അതും കൊള്ളാം സംഭവങ്ങൾ. ഇവിടെ ഡ്രൈവ് മോഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു റോട്ടറി സ്വിച്ചായിട്ടാണ്. അതുപോലെ സ്റ്റിയറിംഗ് വീല് താരതമ്യേന ചെറുതാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളുടെ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി പോർഷയുടെ സ്പോർട്സ് കാറുകളെ പ്രമുഖരെന്ന് വിളിക്കുന്ന ടൈക്കാനാണ്. ടൈക്കാൻ്റെയും ഇലക്ട്രിക് വേർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈക്കാൻ്റെ ഇലക്ട്രിക് പക്ക ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. അതിഗംഭീരമായ ഹെഡ്ലൈറ്റിൻ്റെ എലമെൻറ്റുകളും വളരെ ലോ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ 93 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ ഇതിന് 700 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഞാൻ കണ്ടുവന്ന മറ്റൊരു പ്രത്യേകത അത് തന്നെയാണ്. ഇപ്പോൾ റോഡ്സ്റ്റർ വന്ന് നമ്മൾ ഇന്നലെ MGയുടെ റോഡ്സ്റ്റർ കണ്ടിരുന്നു. അതിന് ഉണ്ട് 580 കിലോമീറ്റർ റേഞ്ച്. അപ്പോൾ ഈ സ്പോർട്സ് കാറുകളെ സംബന്ധിച്ച് അല്പം വെയിറ്റ് കുറവായതുകൊണ്ടായിരിക്കാം ഇത്രയും റേഞ്ച് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും സൈഡ് പ്രൊഫൈലൊക്കെ കിടുക്കൻ സാധനം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിൻ്റെ അല്ലെങ്കിൽ തന്നെ പോർഷ ടൈക്കാൻ്റെ രൂപം ഒരു പ്രത്യേക ഭംഗിയുള്ള രൂപമാണ്. അതിലൊരു വളരെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫും അതുപോലെ തന്നെ വളരെ വിശാലമായ പിന്നിലെ ഗ്ലാസ് ഏരിയയും ഒക്കെ ഉണ്ട്. പിൻഭാഗത്തൊക്കെ അതിമനോഹരമാണ്. ഈ കളറും രസകരമായിട്ടുണ്ട്. ടൈക്കാൻ ടർബോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഈ ഒരു എന്താ പറയുക ഈ ഒരു ബൾജ് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ബോഡി ലൈനുകളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നിലെ ഗ്ലാസ് ഏരിയ ആണെങ്കിൽ ഈ റൂഫ് ചെരിഞ്ഞിറക്കുന്ന പോലെ തന്നെ വരുന്നു. അപ്പോൾ പിൻഭാഗത്ത് ഹെഡ് റൂം കുറവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആ വാഹനം കണ്ടപ്പോൾ ഉള്ളിൽ ഇരുന്ന ചേട്ടൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെയും ഇൻറ്റീരിയർ ഒന്ന് കാണാം. എന്തായാലും വാഹനത്തിൻ്റെ ഒരു വലിയ ഒരു ഭാഗം അവഹരിക്കുന്ന ഈ വലിയ ടയറാണെന്നുള്ള കാര്യം സംശയമില്ല. ആ രീതിയിൽ ടയർ സൈസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രിക് ടൈക്കാൻ്റെ ഇൻറ്റീരിയർ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൺസോളിലെ എല്ലാ സ്വിച്ചുകളും പോയിട്ട് ഇത് ഫുള്ളി ടച്ച് സ്ക്രീനായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് തന്നെയല്ല ഇവിടെ കാണുന്ന 2 സ്ക്രീനുകൾ കൂടാതെ ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെയും വലിയ സ്ക്രീൻ തന്നെയാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാം ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലോ പ്രൊഫൈൽ വാഹനമാണിത്. വളരെ ലോ ആണ് ഇതിൻ്റെ ഹൈറ്റ്. അതുകൊണ്ട് തന്നെ സീറ്റിലിരിക്കുമ്പോൾ കൃത്യമായ ഒരു ഇലക്ട്രിക് കാറിൻ്റെ സ്പോർട്സ് കാറിൻ്റെ സീറ്റിലിരിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. കപ്പ് ഹോൾഡേഴ്സും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കണ്ടല്ലോ എത്രത്തോളം താഴ്ന്നാണ് കൊടുത്തിരിക്കുക എന്നുള്ള കാര്യം. അതുപോലെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കണ്ട നമ്മൾ മെക്കാനിൽ കണ്ട അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അതിൻ്റെ ഡ്രൈവ് മോഡ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ സ്ക്രീനിനേക്കാളും വലിയ ഒരു സ്ക്രീനാണ് ഇവിടെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു അഡ്രിനാലിൻ റഷ് വരുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള രൂപഭാവങ്ങളെല്ലാം തന്നെ. നല്ല ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സാധാരണഗതിയിൽ സ്പോർട്സ് കാറുകൾക്ക് ഇല്ലാത്ത രീതിയിൽ പനോറമിക്കായിട്ടുള്ള ഒരു സൺറൂഫും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ബാക്കിൽ വരെ എത്തുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതെല്ലാം പ്രൊഡക്ഷൻ കാറുകൾ തന്നെയാണ്, പ്രോട്ടോടൈപ്പ് ഒന്നുമല്ല. അതുകൊണ്ട് നമുക്കിത് ഉടനടി തന്നെ ഇന്ത്യയിലെ ഷോറൂമുകളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ ലോഞ്ച് ചെയ്ത പോർഷയുടെ 3ാമത്തെ മോഡലാണ് ഈ കാണുന്നത് GT3 RS. ഒരു 4000cc എഞ്ചിനാണ് ഇതിലുള്ളത്. 519 bhp ആണ്. 3.2 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു റാലി സ്പോർട്ട് മോഡലായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന പോർഷയുടെ മറ്റ് സ്പോർട്സ് കാറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ അതിഗംഭീരമായ ഹെഡ് ലാമ്പ്, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ഉള്ള ഒരു ഹെഡ് ലാമ്പാണ്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ അതിമനോഹരമെന്നാണ് പറയേണ്ടത്. ഇതിന് 2.16 crores മറ്റുമാണ് സ്റ്റാർട്ടിംഗ് പ്രൈസായിട്ട് പറയുന്നത്. ഇവിടെയൊക്കെ എയർ സ്കൂപ്പുകളൊക്കെ കൊടുത്തിട്ട് എയർ ഫ്ലോ ഒക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഉഗ്രൻ അലോയ് വീൽ തന്നെ കാണാൻ മാത്രമുണ്ട് എന്നാണ് പറയേണ്ടത്. അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും ആ ഒരു എയർ ഫ്ലാപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എയർ സ്കൂപ്പ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ എത്രത്തോളം വലിയ ടയർ സൈസാണെന്ന് നോക്കുക. 21 ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ ആ ഒരു സ്പേസ് എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്പോയിലർ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത് സ്പോയിലർ എന്ന് പറയുന്നത് വെറുതെ ഒരു സ്പോയിലർ അല്ല, ഇത് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കുന്ന സ്പോയിലർ തന്നെയാണ്. ഇതൊരു കിടുക്കാച്ചി സാധനം തന്നെയാണല്ലോ അല്ലേ, പുതിയ ഭാഷയായിട്ട് പറയുന്നത് കിടുക്കാച്ചി എന്നൊക്കെ. അതുപോലെ ഡ്യുവൽ എക്സോസ് പൈപ്പ് കാണാം. രണ്ടും നടുവിലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നീളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ LED ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലൊക്കെ പറഞ്ഞ പോലെ വളരെ സ്പോർട്ടിയായ വാഹനം എന്നാണ് പറയേണ്ടത്. ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് ഉൾഭാഗത്തേക്ക് കയറാൻ പറ്റില്ല. എന്നാലും ഈ 3 മോഡലുകളാണ് ഇന്നലെ ഇപ്പം മക്കാൻ്റെയും അതുപോലെ ടൈക്കാൻ്റെയും EVയും GT3 RSുമാണ് ഇന്നലെ ഇവിടെ പോർഷയുടേതായിട്ട് ലോഞ്ച് ചെയ്ത വാഹനങ്ങൾ. ഇനി നേരെ ഓപ്പോസിറ്റ് കാണുന്നത് BMW ആണ്. നമുക്ക് അങ്ങോട്ട് പോകാം. BMWൻ്റെ iX1ൻ്റെ ലോങ് വീൽ ബേസ് മോഡലാണ് ഇന്നലെ ലോഞ്ച് ചെയ്ത ഒരു പ്രധാനപ്പെട്ട മോഡൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 49 ലക്ഷം രൂപയെ എക്സ്ഷോറും വിലയുള്ളൂ എന്നുള്ളതാണ്. ലോങ് വീൽ ബേസ് വരുന്നതെന്ന് കേട്ടപ്പോൾ കൂടുതൽ വിലയാകുമെന്നാണ് വിചാരിച്ചത്. എന്നാലും ഓർഡിനറി iX1നേക്കാളും കുറച്ച് മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കി ബേസിക്കലി ഇത് തന്നെയാണ്. 531 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് വാഹനമാണിത്. 204 bhp മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും ഉണ്ട്. അപ്പോൾ 49 ലക്ഷം രൂപയ്ക്ക് മോശമല്ല കേട്ടോ, കാരണം ടാക്സ് കുറവാണല്ലോ ഇലക്ട്രിക് വാഹനമാകുമ്പോൾ. അങ്ങനെ വരുമ്പോൾ BMWൻ്റെ ഒരു ഇലക്ട്രിക് മോഡൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 60 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. എന്നാലും BMWൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ എല്ലാം ഒരു രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് അടച്ച് കൂട്ടിയ ഗ്രില്ലും അതുപോലെ തന്നെ LED എലമെൻസും എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഉൾഭാഗത്തേക്ക് കയറാം. ശ്യാമ ആ സൈഡിലേക്ക് പോരൂ. അപ്പോൾ iX1ൻ്റെ ഉൾഭാഗമാണിത്. ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്ന ലെതർ ഫിനിഷാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ ഫിനിഷ്. ഇവിടെ വലിയ സ്ക്രീനാണ് ഈ ഒരു അറ്റം വരെ നീളുന്നത്. ഈ ഭാഗത്ത് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം ഇവിടെ ആണ് നമ്മൾ ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ മൊബൈൽ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അവിടെ വയ്ക്കാം. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രൈവ് സെലക്ടറാണ്. അത് ഈ ഒരു ചെറിയ സാധനത്തിലാണ് ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നത്. വോളിയം കൺട്രോൾ, മോഡുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ സാധനം തുറക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാനുള്ളൂ. എന്തായാലും വെന്റിലേറ്റഡ് സീറ്റുകളും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഹാർമൻ ഗാർഡൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറാണ് നമ്മൾ അവിടെ കാണുന്നത്. പഴയ എന്താ പറയുക X1ൻ്റെ ഒരു ഇലക്ട്രിക് രൂപമാണിതെന്ന് പറയാമെങ്കിൽ ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ വളരെ നീളം കൂടുതലുള്ള പിൻഭാഗത്തിരിക്കുമ്പോഴാണ് വ്യക്തമാകുക.
എന്തായാലും 49 ലക്ഷം രൂപയ്ക്ക് ഗംഭീര ബൈക്കാണ്. 531 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നതും മോശമല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പിൻഭാഗത്തിരിക്കാം. BMW X1 എന്ന് പറയുന്ന ബെൻസിൻ്റെ GLA അല്ലെങ്കിൽ Q3 ഓടി Q3യുടെ ഒക്കെ സെഗ്മെൻറ്റ് വരുന്നതാണെങ്കിലും അതിന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് വളരെ സ്പേസ് അല്ലെങ്കിൽ ലെഗ് സ്പേസ് കുറവായിരുന്നെങ്കിൽ വിശാലമായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നൊരു വാഹനമാണ് ഇത്. 49 ലക്ഷം രൂപയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിൻഭാഗത്ത് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാനോരമയ്ക്കിൻ്റെ അങ്ങേയറ്റത്തെ പാനോരമയ്ക്കായിട്ടുള്ള സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്വസ്ഥമായി ഇരിക്കാവുന്ന രീതിയിലുള്ള നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സിനെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ന്ന വിൻഡോ ലൈനൊക്കെയാണ്. സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, സീറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും BMWൻ്റെ ഒരു കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാവുന്നൊരു വാഹനമായിരിക്കും എന്നുള്ള സംശയമില്ല. അപ്പോൾ നമുക്കിനി BMൻ്റെ അടുത്ത് എന്താണ് മോഡൽ നോക്കാം. അപ്പം BMWൻ്റെ ഭാഗമായ മിനി കൂപ്പറിൻ്റെ JCW പാക്കാണ്. ജോൺ കൂപ്പർ വർക്ക്സ് ആ ഒരു വേരിയൻ്റാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഓർഡിനറി മിനി കൂപ്പർ S ഇവിടെയുണ്ട്. ഇതിനൊന്നും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഇതെല്ലാം നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇനി ഇടതുവശത്തേക്ക് പോകാം. ഇത് കൺട്രിമാൻ്റെ ഇലക്ട്രിക്കാണ്. മിനി കൂപ്പർ ആയിരുന്നു ഇതുവരെ ഇലക്ട്രിക്കെങ്കിൽ ഇപ്പോൾ കൺട്രിമാനും ഇലക്ട്രിക്കായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 5 സീരീസിൻ്റെ ലോങ് വീൽ ബേസ് ആണ് കാണുന്നത്. ഇതൊക്കെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ തന്നെയാണ്. ഇനി BMWൻ്റെ ഒരു സ്പോർട്സ് സെക്ഷനിലേക്ക് പോകാം. അതായത് M4 ആണ് ഇവിടെ ഉള്ളത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള വാഹനങ്ങളുടെ നിരയാണിത്. M4 ആണ് ആദ്യം കാണുന്നതെങ്കിൽ രണ്ടാമത് കാണുന്നത് M2 ആണ്. M സീരീസിൽപ്പെടുന്ന വാഹനങ്ങൾ ആൾക്കാരുടെ കാലുകൊണ്ട് ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ M5 ആണ്. M5 ഒക്കെ പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഗ്രില്ലൊക്കെ മാറിയിട്ട് വളരെ രസകരമായ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇലക്ട്രിക് എന്ന് തോന്നാവുന്ന രീതിയിലുള്ള കാര്യങ്ങളും അഡാസ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി ബൈക്കുകളാണ്. BMWൻ്റെ ബൈക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. 1000 XR ആണിത്. 1000 XRലൊക്കെ ഗ്രാഫിക്സ് മുഴുവൻ BMWൻ്റെ ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രസകരമായിട്ടുണ്ട്. ഇനി G310R ആണ്. അടുത്തത് G310RR കാണാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈക്കിൻ്റെ ചുറ്റുമാണെന്ന് തോന്നുന്നു. 1000RR ആണ്. S1000RR ആണ് ഈ കാണുന്നത്. ഇനിയുള്ളത് BMWൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ബൈക്കാണ് C04. ചെറിയ രൂപമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. 02 പക്ഷേ 04 തന്നെയാണ്. വളരെ വ്യത്യസ്തമായ രൂപമുള്ളതെന്ന് തോന്നുന്നു. അതിൻ്റെ നീളം എന്ന് പറയുന്നത് അമേസിങ് നീളമാണ്. 130 കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച്. BMW മോട്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. C04 BMWൻ്റെ ആ ഒരു DNA എല്ലാം തന്നെ കാണാവുന്ന രീതിയിലുള്ള രസകരമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സ്ക്രീനൊക്കെ ഉണ്ട്. അതുപോലെ സാധാരണ സ്കൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒരു ലെഗ് സ്പേസ് ഇല്ല. അതിനൊരു അത് ബ്ലോക്ക്ഡ് ആണ്. അതിനുശേഷം ഇവിടെയാണ് നമുക്ക് ഫുഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത്. 2.6 സെക്കൻഡ് മതി 50 കിലോമീറ്റർ വേഗത എടുക്കാൻ. വിലയിലേക്ക് പോവുകയാണെങ്കിൽ 15,25,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഇന്ത്യയിലെ എക്സ്ഷോറൂം വില. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ 130 കിലോമീറ്റർ ഓടുന്ന ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കണമെങ്കിൽ BMWൻ്റെ വാങ്ങിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ എയറോ വീലൊക്കെ കണ്ടോ, രസകരമായിട്ടുണ്ട്. 108 കിലോമീറ്റർ റേഞ്ച് മതി. നിങ്ങളുടെ കയ്യിൽ 4,79,000 രൂപയുള്ളെങ്കിൽ നിങ്ങൾക്ക് BMWൻ്റെ 02 എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് പോകാം. ഇതിനെ സ്കൂട്ടർ എന്നാണോ വിളിക്കേണ്ടത്, ബൈക്കെന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രൂപം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രൂപമാണ്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെറുതായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 4,79,000 രൂപയാണ്. ഇത് ഏതറിൻ്റെ പവലിയനാണ്. ഇവിടെ പുതിയ വാഹനങ്ങൾ കുറവാണ്, കാരണം ഇപ്പോൾ റിസ്ത ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. പക്ഷേ 450 FX പോലുള്ള വാഹനങ്ങൾ ചെറിയ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഉൾഭാഗം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം ഉള്ള എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം. ഫുൾ കൺട്രോൾ സാധനങ്ങളൊക്കെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ, ഈ ഒരു എന്താ പറയുക വളരെ ശക്തമായ ഒരു ഷെല്ലാണ് അവിടെ കാണുന്നത്. ബാറ്ററി പാക്കാണ് താഴെ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ നിങ്ങൾ അതിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് എത്ര പെട്ടെന്നാണ് ക്വിക്ക് ആക്സിലറേഷൻ
ആണ് നമ്മൾ കാണുന്നത്. എന്താ പറയുക, സ്കൂട്ടറുകളിലെ BMW എന്നാണ് സ്വയം ഏതർ വിളിക്കുന്നത്. കാരണം അല്പം വില കൂടുതലാണ്, പക്ഷേ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുമാണ്. ഇത് നമ്മൾ അടുത്ത കാലത്ത് ടെസ്റ്റ് റൈഡ് ചെയ്തിരുന്നു. റിസ്റ്റയാണ് ഫാമിലി സ്കൂട്ടർ ഇപ്പോൾ ഏതറിൽ നിന്നും വന്നിരിക്കുന്നത്. ഇത് 450Xൻ്റെ പുതിയ ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് ചെയ്ത രൂപമാണ്. എനിക്ക് തോന്നുന്നു ഈ കളറും പുതുതായിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏതറിൽ കാണുന്ന ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടർ. അതാണ് ബാറ്ററി പാക്ക്. ഇത്രയും വലിയ ബാറ്ററി പാക്കാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന BYDയുടെ ഒരു കിടിലൻ സാധനമാണ്. ഇതിൻ്റെ പേര് U8 എന്നാണ്. ഒരു വലിയ SUV ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ ഇതിന് 1200 കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതെ, ഞെട്ടിക്കുന്ന സംഭവം. 1200 കിലോമീറ്ററോളം റേഞ്ച്, 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും 3.6 സെക്കൻഡ് മതി. ഇതിൽ 4 മോട്ടറുകളുണ്ട്. 4 വീലിലും ഓരോ മോട്ടോർ വീതമുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ 295 bhp പവർ തരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ കൂടി കൊടുത്തിട്ടുണ്ട്. അത് ബാറ്ററികളെ ചാർജ് ആക്കുന്നതാണ്, ഓട്ടത്തിനിടയിൽ ചാർജ് ആക്കുന്നതാണ്. ഒരു 75 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് എന്നല്ല വിളിക്കേണ്ടത്, ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിസിറ്റിയും കൂടി ചേർന്ന്, ഇലക്ട്രിക് എഞ്ചിനും കൂടി മോട്ടറും കൂടെ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു റേഞ്ച് തരുന്നുണ്ട്. 1000-ലധികം കിലോമീറ്ററിൻ്റെ റേഞ്ച് തരുന്നുണ്ട്. എന്തായാലും ഇതിന് 1.25 കോടി രൂപയാണ് ഇപ്പോൾ വില പറയുന്നത്. 18 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഉൾഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ 12.8 ഇഞ്ചിൻ്റെ ഒരു സെൻട്രൽ ഡിസ്പ്ലേയും അതുപോലെ തന്നെ 23.6 ഇഞ്ചിൻ്റെ സ്ക്രീനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 22 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയുമില്ലാത്ത വലിപ്പമുള്ള വാഹനമെന്നാണ് പറയേണ്ടത്. U8 1.25 കോടി രൂപ വിലയുള്ളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് വാങ്ങിക്കാനുണ്ടാവും. 1000 കിലോമീറ്റർ എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് ബോംബെക്കൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന അത്രയും റേഞ്ച് എന്നാണ് പറയേണ്ടത്. അങ്ങനെ യമഹയ്ക്ക് ഇന്ത്യയിൽ 40 വയസ്സായി. ആദ്യമായിട്ട് പ്ലാന്റ് ഇനാഗറേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് RX100, RD350, അതിനുശേഷം വന്നിരിക്കുന്ന R1, MD-01, 2006 വന്നിരിക്കുന്ന ഗ്ലാഡിയേറ്റർ, അങ്ങനെയുള്ള എല്ലാ ചരിത്രവും പറഞ്ഞുകൊണ്ട് നമ്മളെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന പഴയ മോഡലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് യമഹ RD350 എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ, വേണമെങ്കിൽ സ്പോർട്സ് ബൈക്ക് എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ക്രൂയിസർ ബൈക്ക് എന്ന് വിളിക്കാവുന്ന ഏറ്റവും അധികം എഞ്ചിൻ കപ്പാസിറ്റിയോടുകൂടി വന്ന തകർപ്പൻ വാഹനം. അതിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. വെറുതെ ഇവരുടെ ഒരു ചരിത്രം കാണിക്കാൻ വേണ്ടി ആണ്. ഇതിൻ്റെ ഓണർ ആരാണെന്നുള്ള എഴുതിയിട്ടുണ്ട്. ജോൺ സാമുവൽസ്, ജയ്പൂർ. അദ്ദേഹത്തിൻ്റെ വാഹനമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പുതിയതുപോലെ തോന്നിക്കുന്ന ഒരു വാഹനം എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും തകർപ്പനായിട്ടുണ്ട്. ഇനി RX100 ആണ്. RX100 ഇപ്പോൾ എന്നെ പോലെയുള്ള RX100 ഭക്തന്മാർ ഇപ്പോഴും വിൽക്കാതെ വെച്ചിരിക്കുന്ന മോഡലാണ്. RX ആണ് നമ്മളിവിടെ കാണുന്നത്. RXൻ്റെ ബ്ലൂ, റെഡാണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്യാരക്ടർ നിറവെങ്കിൽ ഇത് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത വാഹനം R15, അവിടെ FC വെച്ചിട്ടുണ്ട്. ഇതൊക്കെ യമഹയുടെ ഇന്ത്യയിലെ ഒരു പാരമ്പര്യം കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇത്തവണത്തെ എക്സിബിറ്റ് എന്നുള്ളത് അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടേക്ക് വരുമ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചില മോഡലുണ്ട്. അതായത് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നതല്ല, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന വാഹനം. ഇത് NMAX 155 ആണ്. ഇമ്പോർട്ടഡ് വെഹിക്കിൾ ജസ്റ്റ് ഫോർ ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ മലേഷ്യ, സിംഗപ്പൂരൊക്കെ പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള യമഹയുടെ പല മോഡലുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എയറോക്സ് 155 വിത്ത് ABS, അതാണ് നമ്മൾ കാണുന്നത്. യമഹയ്ക്ക് പുതിയ ലോഞ്ച് എന്ന് പറയുന്ന ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് ഹൈബ്രിഡ് എഞ്ചിനോട് കൂടിയ പുതിയൊരു മോഡൽ, അത് അങ്ങേയറ്റത്താണ്. ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് R15M ആണ്. R15M, R7 ആണ്. R3 ഇവിടെയുണ്ട്, R15 അവിടെയുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപോകാം. ഇത് യമഹ മോട്ടോ GPയിൽ ഉപയോഗിക്കുന്ന ബൈക്കുകളൊക്കെയാണ്. ഇത് 42 ആണെങ്കിൽ ഇത് 2D ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നവരുടെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഈ സൈഡിൽ കയറാം. നെറ്റ്ഫ്ലിക്സിൽ വന്ന ടോക്കിയോ ഓവർറൈഡ് എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ പ്രത്യക്ഷപ്പെട്ട ബൈക്ക്, അത് യമഹയുടെ ബൈക്കായിട്ടാണ് കാണിച്ചതെന്ന് തോന്നുന്നു. അതാണിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സ്ട്രീറ്റ് ബൈക്കൊന്നുമല്ല, നെറ്റ്ഫ്ലിക്സിൽ വന്ന ആ ഒരു സീരീസിലെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നുള്ളൂ. ഓടിക്കാൻ പറ്റുന്ന രൂപമൊന്നുമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് യമഹയിൽ കാണാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. മഹീന്ദ്രയുടെ പുതിയ 2 ഇലക്ട്രിക് മോഡൽ വന്നപ്പോൾ ഞാനത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇവർ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല, ഇനി ഞാൻ അവരുടെ വാഹനങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ കമൻറ്റൊക്കെ വന്നു. അങ്ങനെയൊന്നുമല്ല,
ഞാൻ ആ സമയത്ത് തായ്ലൻഡിലായിരുന്നു. മീഡിയ ഡ്രൈവിന് വിളിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. അതിനുശേഷം വാഹനം കൊച്ചിയിൽ വരുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നു. അതല്ലാതെ പ്ലാന്റിൽ പോയി ചെയ്യാൻ ഒന്നും സമയം കിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്ക് മഹീന്ദ്രയ്ക്ക് എന്നോടോ യാതൊരു തരത്തിലുള്ള വിരോധങ്ങളുമില്ല. എന്തായാലും അടുത്ത ആഴ്ചയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് മഹീന്ദ്രയുടെ XUV 9e ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ സാധനവും. ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന അവസ്ഥയിലേക്ക് വാഹനം എത്തിയിട്ടുണ്ട്. എന്നാലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പോട് കൂടിയ മഹീന്ദ്രയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തത് 6e ആണ്. 6e ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡലുകളുമാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റാതെ പോയ മോഡലുകൾ. രണ്ടും നമ്മൾ അടുത്ത ആഴ്ച ചെയ്ത് ആ വിഷമം അങ്ങ് തീർക്കുന്നതായിരിക്കും. മഹീന്ദ്രയുടെ പവലിയനിൽ മറ്റ് മോഡലുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി അടുത്ത ഒരു പവലിയൻ അന്വേഷിച്ചുള്ള യാത്ര തുടരാം. നമ്മൾ TVSൻ്റെ സ്റ്റോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും രസകരമുള്ളൊരു കാര്യം ഞാൻ കണ്ടത് EB1 എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് സൈക്കിളാണ്. ഇലക്ട്രിക് സൈക്കിളാണിത്. ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നിന്ന് തൊട്ട് താഴേക്കുള്ളൊരു പടിയിലേക്ക് വന്നിരിക്കുകയാണ്. റേഞ്ച് ഒന്നും കമ്പനി പറഞ്ഞിട്ടില്ല, പക്ഷേ നല്ല രസികൻ രൂപമാണ്. തന്നെയല്ല, ബാറ്ററി എവിടെയാണ്, മോട്ടർ എവിടെയാണ് ഒന്നും മനസ്സിലാകാത്ത രീതിയിലെല്ലാം വളരെ കൺസീൽഡായിട്ട് ആ ഒരു ഫ്രെയിമിൽ ഒതുക്കിയിരിക്കുകയാണെന്ന് പറയാം. ഒരു ചെറിയ സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ തരത്തിലും ഉള്ള ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ രീതികളെല്ലാം തന്നെയുണ്ട്. അതെല്ലാം ഓഫാണ്, ഒന്നും കാണാൻ സാധിക്കില്ല. നല്ല ഗംഭീരമായ നിർമ്മാണ നിലവാരമുണ്ട്. എന്തായാലും രസികൻ വാഹനമാണ്. തീർച്ചയായിട്ടും ഇത് പ്രൊഡക്ഷനിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു പ്രോട്ടോടൈപ്പായിട്ടാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് 2 കളേഴ്സാണ് വന്നിരിക്കുന്നത്. ആ ബ്ലൂവും അവിടെ കാണുന്ന ആ ഒരു ഗോൾഡൻ ഫിനിഷുള്ള ഒരു വാഹനവുമാണ്. 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. TVSൻ്റെ ജനപ്രിയ സ്കൂട്ടറായ ജൂപ്പിറ്ററിൻ്റെ CNG വേർഷനാണ് നിങ്ങൾ കാണുന്നത്. CNG മോഡലാണ്. 84 കിലോമീറ്റർ 1 കിലോഗ്രാമിന് റേഞ്ച് നൽകുന്ന വാഹനം എന്നാണ് പറയേണ്ടത്. വളരെ പ്രാക്ടിക്കലായ വാഹനം. ഇപ്പോൾ പല വാഹന നിർമ്മാതാക്കളും ബൈക്കുകളൊക്കെ CNG ആക്കുന്നതുകൊണ്ട് സ്കൂട്ടർ CNG ആക്കിയിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് ആണെങ്കിൽ റൈഡർ എന്ന മോഡലിൻ്റെ എത്തനോൾ ഫ്യൂൽ ഉപയോഗിക്കുന്ന വേർഷനാണ്. അതായത് കൂടുതൽ മൈലേജ് കിട്ടും, കൂടുതൽ റിഫൈൻമെൻറ്റ് ഉണ്ടാവും, കൂടുതൽ പ്രകൃതി വിരുദ്ധനല്ലാത്ത വാഹനം എന്നാണ് പറയേണ്ടത്. അതായത് മൈലേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുമെങ്കിൽ പോലും പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. അതിന് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാം എത്തനോൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീൻ ബാഡ്ജിങ് കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി സൗഹാർദ്ദപരമായ വാഹനം എന്ന് കാണിക്കുന്ന രീതിയിൽ ആ ഗ്രീൻ അതൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും TVSൽ നിന്നും ഇന്നലെ ലോഞ്ച് ചെയ്ത വാഹനങ്ങൾ. ഐക്കണിക് ബ്രാൻഡായ നോർട്ടൺ ഇന്ത്യയിലേക്ക് വരികയാണ്. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ സ്റ്റോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് 1200cc 185 bhp V4 SV എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇന്ത്യയിൽ നോർട്ടൺ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. TVSുമായിട്ട് ചേർന്നിട്ടാണ്. TVSൻ്റെ ഒരു ബ്രാൻഡ് എന്നുള്ള മട്ടിലാണ് വരാൻ പോകുന്നത് കേൾക്കുന്നു. അതാണ് TVSൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു വാഹനം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവിടെ കയറുമ്പോൾ അവിടെ V4 CR ഉണ്ട്. അതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. തിരക്ക് കാരണം പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ആൾക്കാരുടെ തിരക്ക് കാണുമ്പോൾ തന്നെ കാണാം വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട്. ഇതും 1200cc എഞ്ചിനാണ്, 185 bhp തന്നെ. V4 CR എന്നുള്ള ആ മോഡലാണിത്. ഇത് അതീവ രസകരമാണ് കാഴ്ചയിലൊക്കെ കേട്ടോ, വളരെ വെറൈറ്റി ലുക്ക്. അപ്പം നോർട്ടൺ ഇന്ത്യയിലേക്ക് സ്വാഗതം. അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായിട്ടുള്ള ഓട്ടോ എക്സ്പോയുടെ 2ാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ക്രെറ്റ EV ഒക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 17.5 ലക്ഷം രൂപ തുടങ്ങി 23.5 ലക്ഷം രൂപയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വാഹനം കൊച്ചിയിലെ പോപ്പുലർ ഹ്യുണ്ടായിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നാൽ വാഹനം കാണാം. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും 473 കിലോമീറ്റർ റേഞ്ചുള്ള നമ്മുടെ പ്രിയപ്പെട്ട ക്രെറ്റയുടെ ഒരു EV രൂപമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മികച്ച ഒരു യാത്രാനുഭവവും അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഡ്രൈവിങ്ങും ഒക്കെയാണ് ഈ ഒരു EV നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിക്കുക. അതുമാത്രമല്ല, ഹ്യുണ്ടായുടെ ഏതൊരു വാഹനം കേരളത്തിൽ എവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് വാഹനം ബുക്ക് ചെയ്യുമ്പോൾ ബൈജു എന്ന ഈ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ വിളിക്കുക. എന്നിട്ട് ഏറ്റവും പുതിയ ക്രെറ്റ EVയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹ്യുണ്ടായ വാഹനമോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇനി ഓട്ടോ എക്സ്പോയുടെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഉള്ളതൊക്കെ നന്ദി, ബൈ.